പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. സ്വർഗീയ പിതാവേ, അങ്ങേ മക്കളായ ഞങ്ങളെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് ഈ ഡെയിലി ബ്രെഡിന്റെ ഈ വലിയ ശുശ്രൂഷയിലൂടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ഞങ്ങളുടെ മക്കൾക്ക് വേണ്ട കൃപകളും സ്വർഗത്തിന് സഹായവും ചോദിച്ചു വാങ്ങിച്ചു കൊടുക്കുവാനും അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ എന്നുള്ള പ്രാർത്ഥന ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങളുടെ മക്കളെ ബലപ്പെടുത്തുവാനും വേണ്ടി ഞങ്ങളെ ഒരുമിപ്പിച്ചതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങൾ ഒരുമിച്ച് കരം വിരിച്ച് പിടിച്ചുകൊണ്ട് ഞങ്ങളുടെ മക്കളെ ആശീർവദിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മക്കളിലേക്ക് കർത്താവെ അങ്ങയുടെ കൃപകൾ ചൊരിയുവാൻ ഞങ്ങളുടെ അഭിഷിക്ത കരങ്ങളെ, അപ്പന്റെ അമ്മയുടെ കരങ്ങളെ അവിടുന്ന് അഭിഷേകം ചെയ്യണമേ. ഞങ്ങളുടെ മക്കളെ ആശീർവദിക്കണമേ, അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അതിനായിട്ട് കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും ഞങ്ങളോടും ഞങ്ങളുടെ മക്കളോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. ഏറ്റവും പ്രത്യേകമായ വിധത്തില് കർത്താവ് അങ്ങയുടെ മക്കൾക്ക് വേണ്ടി അങ്ങയുടെ അഭിഷിക്തനായി ഞാൻ ഈ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പരിശുദ്ധ അമ്മ മാതാവേ, വിശുദ്ധ യോസേപ്പ് പിതാവേ, ഉണ്ണീശോയെ, തിരുക്കുടുംബത്തിന്റെ വലിയ സാന്നിധ്യവും മധ്യസ്ഥവും ഞങ്ങളോട് കൂടെ ഞങ്ങളുടെ മക്കളോടും കുടുംബത്തോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ദൈവമക്കളെ, മക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കുറെ കാര്യങ്ങളുണ്ട്. നമ്മുടെ മക്കളെ ചില കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കണം. ഈ വചന ശുശ്രൂഷയിലായിരിക്കുന്ന മക്കളും ചില കാര്യങ്ങൾ മനസ്സിലാക്കണം. ഇന്ന് നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ചിന്തിക്കുന്ന ഒരു വിഷയം മിക്ക പ്രവാചകന്റെ പുസ്തകത്തില് 7-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വചനമാണ്. എന്റെ ശത്രുക്കളെ, എന്നെ കുറിച്ച് ആഹ്ലാദിക്കേണ്ട, വീണാലും ഞാൻ എഴുന്നേൽക്കും, ഞാൻ ഇരുട്ടിലായിരുന്നാലും കർത്താവ് എന്റെ വെളിച്ചമായിരിക്കും. ഇവിടെ നമ്മുടെ മക്കളെ ശരിക്കും പഠിപ്പിക്കേണ്ട, നമ്മുടെ മക്കൾ പഠിക്കേണ്ട, നമ്മുടെ മക്കൾക്ക് ലഭിക്കേണ്ട വലിയൊരു അഭിഷേകമാണ് തോൽക്കാൻ പഠിക്കണം, തോൽവി സ്വീകരിക്കാൻ പഠിക്കണം. തോറ്റാലും ഞാൻ എഴുന്നേൽക്കും എന്ന് പറയാനുള്ള കർത്താവിലുള്ള വിശ്വാസത്തിന്റെ ഉറപ്പ് നമ്മുടെ മക്കൾക്ക് വേണം. അച്ഛോ പറയാനുള്ള കാരണം, ചെറിയ പരാജയങ്ങൾ പോലും നേരിടാൻ പറ്റാതെ നമ്മുടെ മക്കള് ഇന്ന് തോറ്റ് തകർന്ന് തരിപ്പണമായി നിരാശപ്പെട്ട് ഒത്തിരിയേറെ നശിച്ചു പോകുന്നു. പരീക്ഷ തോറ്റു. ഒരു കാര്യം മനസ്സിലാക്കണം മക്കളെ, തോൽക്കാനുള്ള ഒരു പഠനമാണ് ഒരു വലിയ പാഠ്യവിഷയം. അത് നമ്മൾ പഠിക്കണം. ഇത് തോൽക്കാൻ പഠിക്കണം. കാരണം അച്ഛൻ എപ്പോഴും പറയാറില്ലേ, ഈ ഭൂമി അപൂർണതയുള്ള ഭൂമിയാണ്. ഈ മനുഷ്യകുലം അപൂർണതയുണ്ട്. ശരീരം അപൂർണമാണ്, എല്ലാം ഇംപെർഫെക്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് തോൽവികൾ വരും. ചില മക്കൾ പറയും, നന്നായിട്ട് പഠിച്ച് പരീക്ഷ എഴുതി, എന്നാൽ തോറ്റുപോയി, ഒരു മാർക്കിന് തോറ്റു, ഞാൻ നന്നായിട്ട് എഴുതി. നമുക്കറിയാം, ഈ പരീക്ഷാ പേപ്പർ നോക്കുന്ന സാറുമാര് അത്ര പൂർണ്ണരൊന്നുമില്ല, അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട സിസ്റ്റംസ് അത്ര പൂർണ്ണമാകണമെന്നില്ല. അതുകൊണ്ട് ചിലപ്പോൾ ഈ അവസ്ഥയിൽ തോറ്റുപോയേക്കാം, റിസൾട്ട് തോൽവിയിലേക്ക് വന്നേക്കാം. ഇപ്പൊ ജീവിതത്തില് ഒത്തിരി പ്രാർത്ഥിച്ചു, കഷ്ടപ്പെട്ടു, ഒരുങ്ങി, അല്ലെങ്കിൽ ജീവിതത്തിലേക്ക് പ്രവേശിച്ചു, പഠിച്ചു, ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു, കിട്ടാതെ പോയേക്കാം. തോൽവി എന്നുള്ളത് ഈ ലോകത്തില് ഒരു ഭാഗമാണ്. അതുകൊണ്ട് തന്നെ തോൽക്കാത്ത മനുഷ്യരാണുള്ള, എല്ലായിടത്തും വിജയിക്കാൻ പറ്റുമോ? അതുകൊണ്ട് തോൽവികൾ ഉണ്ടാകും. എന്നാൽ തോറ്റാലും പ്രിയപ്പെട്ട മക്കളെ, അവിടെ വിജയിച്ച് അവിടെ എഴുന്നേറ്റ് നിൽക്കാൻ നമുക്ക് സാധിക്കണം. അതാണ് ഇവിടെ വചനം പറയുന്നത്, വീണാലും ഞാൻ എഴുന്നേൽക്കും. കർത്താവ് ഒരിക്കലും വീഴ്ചയില്ലാത്ത, തോൽവിയില്ലാത്ത, പ്രശ്നമില്ലാത്ത, കുരിശില്ലാത്ത ഒരു ജീവിതം നമുക്ക് പറഞ്ഞിട്ടില്ല. നമ്മുടെ മക്കളൊക്കെ ഒരു കുടുംബജീവിതത്തിലേക്ക് ചെന്നു, വിവാഹ ജീവിതത്തിലേക്ക് ചെന്നു, ഒരു ചെറിയ പ്രശ്നം, ആ മക്കളാകെപ്പാടെ നിരാശയിലേക്ക് പോവാ, ഡൈവോഴ്സ്, പിന്നെ ഒത്തിരിയേറെ അസ്വസ്ഥത, ഡിപ്രഷൻ, അങ്ങനെ നിരാശപ്പെട്ടു പോവാ. ഇവിടെ വരെ തോൽവി ഉണ്ടാവും. അത് കുടുംബജീവിതത്തിലാകട്ടെ, പൗരോഹിത്യത്തിലാകട്ടെ, സമൂഹ ജീവിതത്തിലാകട്ടെ, ശുശ്രൂഷ മേഖലയിലാകട്ടെ,
ജോലിയിലാകട്ടെ, പഠനത്തിലാകട്ടെ, ഏത് വ്യക്തിബന്ധത്തിലാകട്ടെ, തോൽവിയില്ലാത്ത, പരാജയമില്ലാത്ത, കുരിശില്ലാത്ത ഒരു ജീവിതമില്ല. ഇതൊക്കെ ഉണ്ടായാലും നീ ശത്രുക്കളെ, നിങ്ങൾ എന്നെ ഓർത്ത് സന്തോഷിക്കേണ്ട. പിശാചെ, ശത്രുക്കളെ തോൽപ്പിക്കാൻ ശ്രമിക്കുന്ന പരാജയങ്ങളെ, തോൽവികളെ നിങ്ങൾ എന്നെ ഓർത്ത് സന്തോഷിക്കേണ്ട. തോറ്റാലും വീണാലും ഞാൻ എഴുന്നേൽക്കും എന്ന് പറയാണ്. ഞാൻ ഇരുട്ടിലായിരുന്നാലും കർത്താവ് എന്റെ വെളിച്ചമായിരിക്കും. ദൈവത്തിൽ ആശ്രയിച്ച് ഒരു കാര്യം മനസ്സിലാക്കണം മക്കളെ. ഒരു കാര്യം ഞാൻ കണ്ടിടത്തോളം അനുഭവിച്ച് മനസ്സിലാക്കിയ ഒരു സത്യമാണ്, ദൈവത്തിൽ ആശ്രയിച്ച് സ്ഥിരോത്സാഹത്തോടെ എത്ര വീണാലും തോറ്റാലും എത്രമാത്രം ഇല്ലായ്മയായാലും ഉറച്ചു നിന്നാൽ നമ്മുടെ ജീവിതം വിജയിച്ചിരിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അപ്പൊ അതുകൊണ്ട് ഈ വിശ്വാസം, വീണേക്കാം, തോറ്റേക്കാം, ഞാൻ എഴുന്നേൽക്കും, എന്റെ പ്രകാശം കർത്താവാ. അതുകൊണ്ട് കഷ്ടപ്പെട്ട് അധ്വാനിച്ച് നമ്മൾ ചെയ്യുക. പരാജയം വരും, വന്നേക്കാം, തോറ്റേക്കാം. ഇതൊക്കെ വന്നാലും നമ്മളെ പരിശ്രമിക്കും, വീണെടുക്കുക. വീണെടുത്തു ഞാൻ എഴുന്നേൽക്കും, ഞാൻ എഴുന്നേൽക്കും. അതുകൊണ്ട് ഒരു കാര്യം മനസ്സിലാക്കുക. ചില ആൾക്ക് പറയും, ഞാൻ പ്രാർത്ഥിച്ചു, ഒത്തിരി കഷ്ടപ്പെട്ടു, ഒത്തിരി പഠിച്ചു, ഒരു തെറ്റും ചെയ്തിട്ടില്ല, മദ്യപിച്ചിട്ടില്ല, കൂട്ടുകൂടാൻ പോയിട്ടില്ല, മൊബൈൽ അടിമത്തത്തിലേക്ക് പോയിട്ടില്ല, എന്നിട്ട് തോറ്റുപോയി. ഇതൊക്കെ ഉണ്ടാവും. ഈശോ വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തില് 7-ാം അധ്യായത്തില് യഥാർത്ഥ ശിഷ്യനെ കുറിച്ച് പറയുമ്പോ ഉറച്ച അടിസ്ഥാനത്തെ കുറിച്ച് പറയുന്നുണ്ട്. അവിടെ കർത്താവ് പറയുന്ന കാര്യം, വചനമാകുന്ന പാറമേൽ അടിസ്ഥാനമിട്ട് ഭവനം പണിയുന്ന വിവേകമതി, ഭവനം പണിയാത്ത ഭോഷൻ. രണ്ടുപേരും ഭവനം പണിയാ. ഇവിടെ പറയുന്നുണ്ട്, മഴ പെയ്തു, വെള്ളപ്പൊക്കം ഉണ്ടായി, കാറ്റൂതി, അത് ഭവനത്തിന്മേൽ ആഞ്ഞടിച്ചു. ഏത് ഭവനത്തിന്മേൽ? 2 ഭവനത്തിന്മേലും ആഞ്ഞടിച്ചു. പാറപ്പുറത്ത് പണിത ഭവനത്തിന്മേലും മണൽപ്പുറത്ത് പണിത ഭവനത്തിന്മേലും ഈ കാറ്റ്, ഈ സംഭവം ഉണ്ടായി. പക്ഷെ ഒന്ന് വീണില്ല, ഒന്ന് വീണു. ഏതാണ് വീഴാതിരുന്നത്? വചനമാകുന്ന പാറമേൽ കർത്താവിന്റെ പ്രകാശമാണെന്ന് പറഞ്ഞ ആ ദൈവഭക്തന്റെ ആ ഭവനത്തിന്റെ മേൽ, ജീവിതത്തിന് മേൽ ആഞ്ഞടിച്ചപ്പോ അത് വീണു പോയില്ല, മറ്റത് വീണുപോയി. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ കർത്താവിൽ ഉറച്ചു നിൽക്കുക. അതുകൊണ്ട് അച്ഛൻ ഇന്ന് പറയാണ്, തോൽക്കാൻ പഠിക്കണം, തോൽക്കാൻ മക്കളെ പഠിപ്പിക്കണം. ഇന്ന് മാതാപിതാക്കള് മക്കളെല്ലാവരും എല്ലാത്തിലും വിജയിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ചിലത് തോൽക്കാൻ വേണ്ടിയല്ല, തോറ്റാലും അതിൽ സങ്കടപ്പെടാതിരിക്കാൻ വേണ്ടി പരിശീലിപ്പിക്കണം. മാത്രമല്ല, തോൽവിയെ പഠിപ്പിക്കണം. നല്ലതാ. കാരണം ജീവിതത്തില് തോൽക്കാതെ ആരും ജയിച്ചിട്ടില്ല. ഒരു ജീവിതവും വിജയത്തിൽ മാത്രം മുന്നോട്ട് പോയിട്ടില്ല. തോറ്റവരുടെ ചരിത്രം ഇഷ്ടം പോലെയുണ്ട്. നമ്മുടെയൊക്കെ ജീവിതത്തിലും തോറ്റിട്ടുണ്ട്. അതുകൊണ്ട് തോൽക്കാൻ പഠിക്കണം, തോൽക്കാൻ പഠിപ്പിക്കണം, തോൽവി അംഗീകരിക്കണം. എന്നിട്ട് തോറ്റാലും അവിടെ തീരല്ല, ഞാൻ എഴുന്നേൽക്കും, ഞാൻ എഴുന്നേൽക്കും. ഈ ഒരു അഭിഷേകത്തിന് വേണ്ടി മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ. ചില തോൽവികളൊക്കെ മക്കൾ തോറ്റോട്ടെ. കാരണം ചില പരിശീലനങ്ങൾ നമുക്ക് ലഭിക്കും. അതുകൊണ്ടാണ് പറഞ്ഞ തീയിൽ കൊരുത്തത് വെയിലത്ത് വാടത്തില്ല. നമ്മുടെ മക്കൾക്ക് ഒരു റെസിസ്റ്റൻസ് പവർ ഇല്ല, താങ്ങാനുള്ള ശക്തിയില്ല. തോൽവി എന്ന് പറഞ്ഞാൽ ചിന്തിക്കാൻ പോലും പറ്റണില്ല. എന്നാൽ തോൽവിയില്ലാത്ത ജീവിതം ഉണ്ടോ? ഇല്ല താനും. അതുകൊണ്ട് തോൽക്കാൻ പഠിക്കണം. തോൽവിയെ അതിജീവിക്കാൻ ദൈവത്തിന്റെ അടിസ്ഥാനം ഉറപ്പിക്കണം. കർത്താവാണ് എന്റെ പ്രകാശം എന്ന് പറയാൻ ദൈവത്തെ ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. അതുകൊണ്ട് തോറ്റാലും, അതാണ് ഈ വചനം, എന്റെ ശത്രുക്കളെ എന്നെ കുറിച്ച് ആഹ്ലാദിക്കേണ്ട, വീണാലും ഞാൻ എഴുന്നേൽക്കും. ഈ ഒരു അഭിഷേകം നമ്മുടെ മക്കൾക്ക് ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തില് ചില തോൽവികളൊക്കെ വരുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, നാം നിരാശപ്പെടരുത്. തോൽവി ഉണ്ടാവും, തോൽവി വരും, നമ്മളെ ബലപ്പെടുത്തും. അതുകൊണ്ട് ഒരു കാര്യം ഓർക്കുക, ദൈവത്തിന്റെ വചനം പറയുന്നുണ്ട്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് എല്ലാം നന്മയ്ക്കായിട്ട് മാറ്റും. എല്ലാം എന്ന് പറയുമ്പോൾ വിജയം, പരാജയം, ഘട്ടങ്ങൾ, നഷ്ടങ്ങൾ, സഹനം, കുരിശ്, എന്തുമാകട്ടെ എല്ലാം നന്മയ്ക്കാക്കി മാറ്റും. അതുകൊണ്ട് ഇതെല്ലാം ജീവിതത്തില് സമ്മിശ്രമായി കടന്നു വരും. ദുഃഖവും സന്തോഷവും ദുരിതവും ദാരിദ്ര്യവും സമ്പത്തും വിജയവും പരാജയവും ഒക്കെ ജീവിതത്തിൽ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. പക്ഷേ അവിടെയൊന്നും നമ്മൾ പരാജയപ്പെട്ടു പോകരുത്. വിജയത്തിൽ അമിതമായി ആഹ്ലാദിക്കേണ്ട, പരാജയത്തിൽ അമിതമായി ദുഃഖിക്കേണ്ട. ഇതെല്ലാം കടന്നു പോകും. ഞാൻ കർത്താവിൽ എഴുന്നേൽക്കും, ജീവിക്കും, ദൈവം എന്നെ നയിക്കും. ഈ ഒരു അഭിഷേകത്തിന് വേണ്ടി മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. തോൽക്കാൻ പഠിക്കണേ, തോൽക്കാൻ പഠിപ്പിക്കണേ, തോൽവിയെ അതിജീവിക്കാൻ ഈ ശക്തിയിൽ ഉറപ്പിക്കണേ. അവൻ ജയിക്കും, ഇല്ലെങ്കിൽ
അനേകം മക്കളെ ഡിപ്രഷനിൽപ്പെട്ട്, ചിലർ ആത്മഹത്യ ചെയ്ത്, ചിലർ ബ്രേക്കപ്പായി, ചിലർ ഡൈവേഴ്സായി, ചിലർ നിരാശപ്പെട്ട്, ചിലർ മാനസിക രോഗത്തിന് അടിമപ്പെട്ട് നശിച്ചു പോയ, തകർന്നു പോയ അനേക മക്കളെ കാണാനിടയായിപ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, ഈ വചനത്തിന്റെ അത്ഭുത ശക്തി എന്നിലും നമ്മിൽ എല്ലാവരും നിറയപ്പെടാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അതിനായി ദൈവികാര സന്നിധിയിൽ നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രത്യേകം നമുക്ക് പ്രാർത്ഥിക്കാം. മക്കളെ, ആരും തോൽക്കാനല്ല, തോൽക്കും, തോൽവി വരും, അതില്ലാത്ത ജീവിതമില്ല. അതുകൊണ്ട് ഈ അഭിഷേകം വേണം. പ്രാർത്ഥിക്കാം. എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണീശോയെ, ഈ ശപിക്കപ്പെട്ട മണ്ണില്, ജഡമായി പോയ ശരീരത്തില്, ഈ ലോകത്തില് അങ്ങയുടെ മക്കൾ ജീവിക്കുമ്പോ ഞങ്ങളെ എല്ലാം പഠിപ്പിച്ച്, ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്ന കാര്യങ്ങള്, വരാൻ സാധ്യതയുള്ള കാര്യങ്ങള് എല്ലാം ഞങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തന്നുകൊണ്ട് അതിലൂടെയൊക്കെ ഞങ്ങൾ അങ്ങയിലേക്ക് ചേർത്ത് പിടിച്ച് അങ്ങയിൽ ഉറപ്പിക്കപ്പെട്ട ജീവിതം ജീവിക്കുവാൻ അങ്ങ് ഞങ്ങളെ പഠിപ്പിക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. യേശുവേ, അങ്ങയിലാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ഉറപ്പ്, അങ്ങയിലാണ് ഞങ്ങളുടെ ജീവൻ, അങ്ങയിലാണ് ഞങ്ങളുടെ വളർച്ച, അങ്ങയിലാണ് ഞങ്ങൾ ധാരാളം ഫലം പുറപ്പെടുവിക്കുന്നത്. എല്ലാം നന്മയ്ക്കാക്കി മാറ്റുന്ന, എല്ലാം കൃപയാക്കി മാറ്റുന്ന, എല്ലാം അനുഗ്രഹമാക്കി മാറ്റുന്ന അങ്ങയിലേക്ക് ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവേ, ഞങ്ങളുടെ മക്കളെ പ്രത്യേകം അനുഗ്രഹിക്കണം, ഞങ്ങളുടെ കുടുംബങ്ങളെ പ്രത്യേകം അനുഗ്രഹിക്കണം. അങ്ങെന്ന് പറഞ്ഞില്ലേ, എന്റെ ശത്രുക്കളെ നിങ്ങൾ എന്നെ കുറിച്ച് ഓർത്ത് നിങ്ങൾ ആഹ്ലാദിക്കേണ്ട, വീണാലും ഞാൻ എഴുന്നേൽക്കും, ഞാൻ ഇരുട്ടിലായിരുന്നാലും കർത്താവിന്റെ പ്രകാശമായിരിക്കും. കർത്താവെ, ജീവിതത്തിൽ തോൽവികൾ വരും. ഈ ശപിക്കപ്പെട്ട മണ്ണില് ഒത്തിരി കുറവുകളുള്ള ഈ ശരീരത്തില്, ഈ മാനവകുലത്തില് അതിൽ നിന്ന് പ്രശ്നങ്ങൾ വരും, തോൽവികൾ വരും, സങ്കടങ്ങൾ വരും, എതിർപ്പുകൾ വരും, പ്രതിസന്ധികൾ വരും. കാറ്റോതും, മഴ പെയ്യും, വെള്ളപ്പൊക്കമുണ്ടാകും, അത് ആഞ്ഞടിക്കും. എന്നാൽ കർത്താവെ, അവിടെയൊന്നും വീഴാതെ, വീണാലും ഞാൻ എഴുന്നേൽക്കുമെന്ന് പറയാനും നിരാശപ്പെടാതെ, പരാതിപ്പെടാതെ, സ്ഥിരോത്സാഹത്തോടെ അങ്ങയിൽ ആശ്രയിച്ച് നിന്നുകൊണ്ട് കർത്താവേ, ഉന്നതമായ വിജയം കൈവരിക്കുവാൻ ഞങ്ങൾക്ക് ഇടയാകട്ടെ. കർത്താവെ, തോൽവിയോർത്ത് വേദനിക്കുന്ന മക്കള്, വീഴ്ചയോർത്ത് സങ്കടപ്പെട്ട് അതിൽ വീണ് കിടക്കുന്ന മക്കള് അവിടെ കിടക്കരുത്. കർത്താവെ, അങ്ങയിൽ ആശ്രയിച്ചുകൊണ്ട് ഞങ്ങളുടെ മക്കൾ എഴുന്നേൽക്കണം. ഒരു ശത്രുവും, ഒരു പിശാചും, ഒരു തോൽവിയും, ഒരു തകർച്ചയും, ഒരു കടബാധ്യതയും ഞങ്ങളുടെ മക്കളെയോ ഞങ്ങളുടെ ജീവിതങ്ങളെയോ നശിപ്പിക്കാനോ തകർത്ത് കളയാനോ മാനസിക രോഗത്തിലോ ആത്മഹത്യയിലേക്കോ ഡൈവോഴ്സിലേക്കോ ഒരു നിരാശയിലേക്കോ നയിക്കാൻ ഇടയാകാത്ത വിധത്തില് കർത്താവേ, വീണാലും എഴുന്നേൽക്കട്ടെ. കർത്താവെ, പരീക്ഷ തോറ്റതിന്റെ പേരില്, ഒത്തിരി തകർച്ചകൾ വന്നതിന്റെ പേരില്, ഇന്റർവ്യൂ പാസ്സാകാത്തതിന്റെ കാര്യത്തില് ഒത്തിരിയേറെ തടസ്സങ്ങൾ നേരിടുമ്പോ, കർത്താവെ, പരാജയപ്പെടുമ്പോ, ലഭിക്കാതിരിക്കുമ്പോ, അർഹതപ്പെട്ടത് കിട്ടാതിരിക്കുമ്പോ, കർത്താവെ, ഞങ്ങളുടെ മക്കൾ നിരാശപ്പെട്ടു പോയാൽ ശത്രുവിന്റെ അടിമയായിട്ട് മാറും, പിശാചിന്റെ അടിമത്വത്തിലേക്ക് പോകും, അവൻ വിജയിക്കും. കർത്താവേ, ഞങ്ങളുടെ മക്കളെ കുറിച്ച് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മക്കളെ ബലപ്പെടുത്തണമേ, ഞങ്ങളുടെ മക്കളെ വീണ്ടും എഴുന്നേൽപ്പിക്കണമേ. ഞങ്ങളുടെ മക്കൾ ജയിക്കട്ടെ, വീണ് തകർന്ന് നശിച്ചു പോകാൻ ഇടയാകാതെ ഞങ്ങളുടെ മക്കളെ ബലപ്പെടുത്തണം. മനസ്സിനെ, ശരീരത്തെ, വികാരങ്ങളെ, ചിന്തകളെ, ജീവിതത്തെ, പഠന മേഖലകളെ, കുടുംബ ജീവിതത്തെ, ബിസിനസ് മേഖലകളെ കർത്താവേ, അങ്ങ് ബലപ്പെടുത്തി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. തോൽവി അതിൽ തന്നെ ഒരു അവസാനമല്ല. തോൽവി ചവിട്ടുപടിയാണ്. വിജയത്തിലേക്ക് ചവിട്ടിക്കയറണം, അതിനുള്ള ചവിട്ടുപടിയാണ്. അത് കൃപയാണ്, അത് അനുഗ്രഹമാണ്. അവിടെ തോറ്റുകിടക്കാൻ ഒരിക്കലും പാടില്ല. കർത്താവേ, ഒരു വലിയ സത്യം ഞങ്ങളുടെ മക്കൾ അറിയട്ടെ, ഈ വലിയ രഹസ്യം ഞങ്ങളുടെ മക്കൾ പഠിക്കട്ടെ, തോൽക്കാൻ പഠിക്കട്ടെ. തോറ്റ് അവസാനിക്കാനില്ല. ആ തോൽവിയിൽ നിന്ന് ഫിനിക്സ് പക്ഷിയെ പോലെ വീണ്ടും ജീവൻ പ്രാപിച്ച് എഴുന്നേറ്റ് കരുത്തോടെ ജീവിക്കാൻ ഞങ്ങളുടെ മക്കൾക്ക് ഇടയാകട്ടെ, ഞങ്ങൾക്കും ഇടയാകട്ടെ. നിരാശ അതിന്റെ ആ അവസ്ഥയിൽ ഞങ്ങളെ ഒരിക്കലും കീഴ്പ്പെടുത്താതിരിക്കട്ടെ. ഈ ഒരു വചനത്തിന് അത്ഭുത അഭിഷേക ശക്തി ഞങ്ങളെ വീണ്ടും എഴുന്നേൽപ്പിക്കട്ടെ. ഞങ്ങൾ കർത്താവിൽ ആശ്രയിച്ച് വീണ്ടും ശക്തി പ്രാപിക്കട്ടെ. കർത്താവെ, അങ്ങയിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കട്ടെ, ഞങ്ങളുടെ മക്കളും ഉറച്ചു നിൽക്കട്ടെ.
ഈ വലിയ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ മക്കളുടെ ഈ മേഖലകളിലുള്ള എല്ലാ നിയോഗങ്ങളെയും പ്രാർത്ഥനകളെയും സമർപ്പിച്ചുകൊണ്ട് കർത്താവിൽ നമ്മുടെ മക്കൾ ജയം പ്രാപിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ചെന്നമയെ നമ്മുടെ മക്കളെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കുന്നു. സകലേശാ ദിവ്യ കടാക്ഷം തൂകണമേ വത്സല സുതരിൽ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ, ചിന്തണമേ ദിവ്യവരങ്ങൾ, ചിന്തണമേ ദിവ്യവരങ്ങൾ. യേശുവേ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.